റെക്കോർഡിങ്ങാ? ആക്ഷൻ ബാ കമാൺ. അല്ല എന്താ പുറപ്പെടെന്താ ഇതേ എന്താ നാട്ടുകാരെ കൊണ്ട് എന്താ പറയിപ്പിക്കുന്ന ഈ നാട്ടുകാർ എന്ത് പറയും? എന്താ പറയാ? അല്ല നാട്ടുകാർ എന്ത് പറഞ്ഞാലും വേണ്ടിയില്ല. ശരി ശരി. നാട്ടുകാർ പറയുന്നത് മൈൻഡ് ആക്കണ്ട. ശരി, നാട്ടുകാരെ നോക്കണ്ട ആവശ്യം. ഞാൻ എന്ത് ചെയ്യും? നോക്കില്ലല്ലോ. ഇതെങ്ങനത് ഭയങ്കര ഷൂ ഒക്കെ ഉള്ള ചോപ്പ് മഞ്ഞ. ഇതിന്റെ എല്ലാ കളറുള്ള ഷൂ വാങ്ങിയിട്ടുണ്ടല്ലോ, ഏത് കളർ ഷർട്ട് ഇട്ട് കഴിഞ്ഞാൽ മാച്ചാ. അപ്പൊ എല്ലാ കളറുള്ള ഷൂ വാങ്ങി കഴിഞ്ഞാല് പിന്നെ പേടിക്കണ്ടല്ലോ, പിന്നെ നമുക്ക് ആലോചിക്കേണ്ട ആവശ്യമില്ലല്ലോ, ഏത് ഷർട്ട് ഇടല. അങ്ങനെ ഉൾട്ടല്ലേ പറഞ്ഞു. നിനക്കും ഒരു കുറവൊന്നുമില്ല, എല്ലാ കളറും ഉണ്ടല്ലോ, ഓറഞ്ചും ചുവപ്പും മഞ്ഞയും. അമ്മ എന്തിടാ, അമ്മ സിമ്പിളിടാ. ഇത് സിമ്പിള്, ഇതാണ് സിമ്പിൾ. നമ്മള് സിമ്പിൾ അല്ല ആകെ എന്താ പരിപാടി? അപ്പോ ഒരു ചെങ്ങായി വരെ മലയാളി അല്ല. ഓക്കെ, ചെങ്ങായി എനിക്ക് കുറച്ച് പരിചയമുണ്ട്. ലേഡിയാണോ? ഒരു അല്ലല്ല, ചെങ്ങായി എന്നാണ്. ചെങ്ങായി. ഓക്കെ, ബോയ്. ബോയ്, മാൻ. ഒരു തരം മാനാണ്. ചെങ്ങായിക്ക് ഒരു പ്രശ്നമുണ്ട് എന്ന് വെച്ചാല്, നീ ഇപ്പോ ഇതെന്താ ഇവിടെ ഒരു കളർ എന്ന് വെച്ച് കഴിഞ്ഞാല് അവൻ പറയും ആ കളറ് വന്നത് ബഹിരാകാശത്തു നിന്നാണ്, ആ കളറ് വരാനുള്ള കാരണം, ഈ കളർ ഉണ്ടാവാനുള്ള കാരണം ഫുൾ ഡീറ്റെയിൽ പറയും. അങ്ങനെ ഒരുപാട് കഥ പറയും. അതെ അതെ, അതായത് അടിച്ചുവിടും. അതായത് ഒരുപാട് തള്ളു പറിച്ചിടും. ഭയങ്കര വിവരം കുറച്ച് അധികമായില്ലേ എന്റെ പോലെ. അപ്പൊ അതാണ് നമുക്ക് സുബാറു WRX STI. ഇങ്ങോട്ട് വരട്ടെ. ഓനെ ആവാലോ. Subaru WRX STI. Subaru WRX STI 1950s സുബാറു ഇറങ്ങിയത്. സുബാറു ഇറങ്ങാൻ, അതായത് ആ സമയത്ത് ജാപ്പാനിൽ വാറ് കഴിഞ്ഞതിന് ശേഷം ആൾക്കാർക്ക് സാധാരണ യൂസിന് വേണ്ടി ഇറക്കിയ ഒരു വണ്ടിയായിരുന്നു. ഡെയിലി യൂസിന് വേണ്ടിയിട്ട്, ആഫ്റ്റർ വാർ പ്രശ്നങ്ങൾ നാട്ടുകാർക്ക് ശരിയാക്കാൻ വേണ്ടിയിട്ട്, ജീവിക്കാൻ വേണ്ടിയിട്ട് ഇറക്കിയൊരു വണ്ടിയാണ് സുബാറു. പക്ഷെ പിന്നീട് അവർക്ക് കുറച്ച് കഴിഞ്ഞപ്പോൾ ജാപ്പാനിന് വേണ്ടിയിട്ട് അവർക്ക് കുറച്ചും കൂടി ഒരു സ്പോർട്ടി വേർഷൻ ആക്കാൻ വേണ്ടിയിട്ടാണ് ഇവർ WRX ഈ സുബാറു കുറച്ചും കൂടി അപ്ഗ്രേഡ് ചെയ്ത് വേറെ ലെവലിലേക്ക് എത്തിക്കാൻ വേണ്ടി ശ്രമിച്ചത്. സുബാറു വേറെ ലെവലിലേക്ക് എത്തിക്കാൻ വേണ്ടി അതിൽ സ്റ്റാർട്ട് ചെയ്തതാണ് റാലിയിലാണ് ഈ സുബാറു വലിയൊരു സംഭവമായി മാറുന്നത്. ഈ വണ്ടി റാലി റേസിങ്ങിൽ വിജയിച്ച് അതിന് ആ സമയത്താണ് നമ്മൾക്ക് മറ്റേ വണ്ടികളൊക്കെ വന്ന് തുടങ്ങിയത്. അതായത് ലാൻസർ എവല്യൂഷൻ, പിന്നെ ഹോണ്ട സിവിക്കിൻ്റെ ടൈപ്പ് R, പിന്നെ മറ്റേ ഗോൾഫ് R, ഇതൊക്കെയാണ് ആ സമയത്ത് ഇറങ്ങിയത്. ആ സമയത്ത് ഈ വണ്ടിക്കാരനാണ് ആ വണ്ടികളൊക്കെ വരാൻ തുടങ്ങിയത്, ഭയങ്കര ഫേമസ് ആയിട്ടും കോമ്പറ്റീഷനായിട്ടും വരാൻ തുടങ്ങി. അതിനുശേഷം കുറേ ഡീറ്റെയിൽസ് ഉണ്ട്, ഇതിലേക്കൊന്നും പോകുന്നില്ല. നമ്മളിവിടെ വന്നത് ഈ വണ്ടീൻ്റെ ഓണർ ഈ വണ്ടി സെലക്ട് ചെയ്യാനുള്ള കാരണം എന്താ, ഇവിടത്തേക്ക് കൊണ്ടുവന്നിട്ട് നിങ്ങളോട് സംസാരിക്കും. മലയാളിയല്ല, ഒരു പ്രത്യേക ജീവി. ഇവൻ കുറച്ചൊരു പ്രാന്തനാണ്, ശരിക്കുള്ളൊരു പ്രാന്തനാണ്. അപ്പോൾ ആ പ്രാന്തനൊന്ന് നിങ്ങൾ മുമ്പിൽ കൊണ്ടുവരാം. ഇന്ത്യക്കാരനാണോ എന്ന് പറയാനറിയില്ല. ഓനോട് തന്നെ ചോദിച്ചു നോക്കാം, ഇന്ത്യക്കാരനാണോ. ഓൻ തന്നെ പറയട്ടെ ഇന്ത്യക്കാരനാണോ അല്ലോ. ഓനോട് തന്നെ ചോദിച്ചു നോക്കാം. ഈ വണ്ടി മോഡിഫൈ ചെയ്തത് അവന് പൈസൻ്റെ കാര്യം മറന്നേക്ക്. മോഡിഫിക്കേഷൻ അങ്ങനെയാണല്ലോ, ഒരു കൺട്രോൾ ഇല്ലാണ്ടല്ലോ നമ്മൾക്ക് മോഡിഫിക്കേഷന് ഒരു ലിമിറ്റില്ല. നമുക്ക് ഏത് ലെവൽ വരെയും പോകും മോഡിഫിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അൺലിമിറ്റഡ്. യു കീപ് ഗോയിങ് നോൺ സ്റ്റോപ്പ്. ഇവൻ ചെയ്തത് ഇപ്പോഴും അവന് മതിയായിട്ടില്ല. മണിൻ്റെ കാര്യം മറന്നേ കംപ്ലീറ്റ്ലി, അത് സ്ലീപ്പ് മോഡാക്കിക്കോ. പക്ഷേ ഇവൻ ഇപ്പോഴും ഈ വണ്ടി ഇങ്ങനെ ഡെവലപ്പ് ചെയ്തിട്ട്, ഞാൻ ഇവനൊരു 2-3 വർഷമായിട്ട് എനിക്കറിയാം. പക്ഷെ ഒരു പ്രാന്തനാണ്, ഡീറ്റെയിൽ ഓറിയൻറ്റഡ് പ്രാന്തൻ. അപ്പോൾ ഈ വണ്ടി ഇങ്ങനെ പുറത്തുനിന്ന് നോക്കി കഴിഞ്ഞാൽ ഓക്കെ WRX STI സാധാ. നമുക്ക് ഈ ചെങ്ങായിനൊന്ന് പരിചയപ്പെടാം. സാമേടാ, സുബാവു എന്താ ഇതിൻ്റെ പേര് പറഞ്ഞേ? സുബാറു അല്ല, സുബാവു. ഓ അറബിക്കല്ല. സ സു ബ ബ ഉ
സുബാഹു അങ്ങനെ ഇനി പറയല്. അപ്പൊ ഈ വണ്ടി കുറെ പ്രത്യേകത ഉണ്ട്. ഈ ഫുഡ് സ്കൂപ്പും ഈ മോഡിഫിക്കേഷനും ട്യൂണിങ്ങിന്റെ പ്രാന്തന്മാർക്ക് പറ്റിയ വണ്ടികളാണ്. ഈ വണ്ടിന്റെ മെയിൻ മുതലാളി നന്നായി പരിചയപ്പെടും. നീ പറഞ്ഞ ഒരു പ്രാന്ത് ആള് പ്രശ്നക്കാരാന്നുള്ളത് മൊത്തപ്രാന്താണ്. ഒന്ന് പരിചയപ്പെടാം. നമ്മളെ കാറ്റഗറി പിടിക്കും. നമുക്കൊന്ന് പിടിച്ചോക്കാം. ടൈമിൽ ഒതുങ്ങുമോ? ഒരു പൊടിയാറ്റുണ്ടെങ്കിൽ ഓന് ഭ്രാന്താവും. ഓക്കെ പൊടിയൊന്നും ആക്കാൻ പറ്റില്ല. കുറച്ച് ഗ്യാപ്പിട്ട് നിന്നോ. ഇബ്രാഹിം ഖാനാന്ന് വിളിക്കാം. ഇബ്രാഹിം ഭായ്. ഇതാണ് ഇബ്രാഹിം. ചെറുങ്ങനെ കെട്ടിപ്പിടിച്ചായി. എന്താ പെരുന്നാളാ? കെട്ടിപ്പിടിക്കുമ്പോ സുഖം തരും. മലയാളം അറിയോ? ഇല്ല. മലയാളം അറിയില്ല. അറിയാലോ? ഇല്ലാന്ന് പറഞ്ഞല്ലോ. മലയാളം സംസാരിക്കില്ല. അത് ഫ്രെയിമിലൊന്ന് വീശിയെടുത്തോ. മലയാളം സംസാരിക്കില്ല. നോ മലയാളം. Absolutely not. Unfortunately, I wish I could. हिंदी അറിയില്ല. हिंदी അറിയാം. अब हिंदी में बात करेगा. ഞാൻ ഇംഗ്ലീഷ് പറഞ്ഞോണ്ട്. ഞങ്ങൾക്ക് ഇംഗ്ലീഷ് അറിയാം. हिंदी में बात करें. മൂപ്പരാളെ കണ്ടിട്ട് യൂറോപ്പ് പോലെ ഉണ്ടല്ലോ സംസാരം. यूरोपियन लग रहा है उसको. किसको European? नहीं, I'm not European. No. आप कहाँ से? कश्मीर. कश्मीर यानी वो पाकिस्तान वाला इंडिया वाला? जो भी है. जो भी है टेंशन नहीं है. जो भी है कश्मीर है. അല്ല കാശ്മീർ അപ്പം ഇന്ത്യയിലല്ലേ? കശ്മീർ കുറച്ച് പാകിസ്ഥാൻ്റെ ഉണ്ടല്ലോ. ഓർമ്മ എങ്ങനെ പാകിസ്ഥാനിൽ വരിക? കാശ്മീർ ഇന്ത്യയിൽ ഉണ്ടാവുക. ഓക്കെ മടിയാക്കണ്ട. തമ്മിൽ ഓക്കെ. ओरिजिनली कश्मीर है पूरा. Yes. Originally Kashmir. Born in the States, USA. Born in the USA. എങ്ങനെ? Born in USA ലെ ജനിച്ച. ഞാൻ പറഞ്ഞില്ല ഒരു യൂറോപ്പ് കട്ടുണ്ടെന്ന്. അമേരിക്കൻ. അമേരിക്കൻ. അമ്മയുടെ മക്കളെല്ലാം അപ്പുറത്ത് മാറിയല്ലേ പ്രശ്നമാക്കണ്ട. ओके. आप क्या कर रहे हैं यहाँ पे? Work as an engineer. Okay. Engineer. What engineer? Mechanical engineering. So my job involves me working with a lot of equipment, engines, compressors. അതന്നെ പണി. എന്ത് പണി? എഞ്ചിനും കംപ്രസറും ഇതൊക്കെ തന്നെ മെയിൻ പണി. എഞ്ചിനീയർ, മെക്കാനിക്കൽ. Yes, mechanical engineer. അപ്പോൾ അതാണ് ഇതിന്റെ പൊരുള്. ഓന്റെ എഞ്ചിനീയർ ഓൻ തന്നെയാണ്. ഓന്റെ എഞ്ചിനീയർ. ये गाड़ी का इंजीनियर आप ही? No, not really. आपको हिंदी आता है? सिर्फ उसका concept जो है, design ideas, specific custom designs, concepts, internals to do with the engine, to do with the drivetrain, to do with fuel system. सब उसके साथ सब उससे रिलेटेड है. तो आपको पता है ये गाड़ी का जो कोने में जो भी है क्या हो रहा है, सब कुछ पता है, डिटेल में पता है. सब डिटेल. मैंने पहले सबको बताया था ये बंदा ऐसे है कि उसको सब पता है. सब डिटेल में पता होना है. नहीं पता है तो वो सीखना है. अगर वो एक नेट छोड़ेगा दोबारा आएगा, नेट डाल के जाएगा. डाल के ही जाएगा. वो नट ढूंढेगा कहाँ पे मिलेगा. ऐसे ही है. तो आप बताओ ये गाड़ी के बारे में बताओ. ओके. माइक आपको देंगे थोड़ी देर के लिए. या बेटर. ഓക്കെ. മൈക്ക് മൂപ്പർക്ക് കൊടുക്കാം. അപ്പോൾ മൂപ്പർക്ക് ഈ ചൊപ്പ ഫിറ്റ് बेटी चौपा काटे. ये चप्पा है. ओके. ये चप्पा इसमें डालेगा ना. अंदर बुझाते. अच्छा नहीं दे. ओके. सेटल है. हेलो. ओके. हेलो. ओके ले. പോയാ. हेलो. ले. You want to clip it on? Should I clip it? हेलो. हेलो क्या? हेलो. Okay. Yeah. हेलो बोलो. Hello. ओके. Is it okay? आप. All right. सेट. तो आप बताओ कि आपकी गाड़ी के बारे में बताओ क्या इसमें स्पेशल. सुबारू बाहर से दिख रहा है तो स्टॉक दिख रहा है. हाँ, बाहर से स्टॉक लग रहा है. हाँ, बाहर से तो स्टॉक लग रहा है. हाँ. लेकिन अंदर इसके इंजन में बहुत काम हुआ है. इंजन में क्या काम किया? इंजन में पिस्टन्स, rods. वो तो होएगा ना यार पिस्टन. दूसरा कुछ बोला ना, ये बोल रहा मॉडिफाई किया. क्या बोलना चाहिए ना. इंजन में पिस्टन्स है, rods, crankshaft, bearings. ये तो सब गाड़ी में है ना. वही मैं बोल रहा हूँ. लेकिन forged components. फायर का High pressure. हाई कंप्रेशन और फोर्ज स्पेशल अपग्रेड है. हाँ पिस्टन अपग्रेड. The piston upgrade हुआ है.
तो इसका जो O-rings वगैरह? पिस्टन है 1000 हॉर्स पावर तक ले सकता है. Connecting rods 1100 horsepower. Crankshaft also around 800 wheel horsepower. इसका जो turbo है जो stock है उससे काफ़ी बड़ा लगा है. Precision 6466 turbo. Transmission तो stock है लेकिन clutch उसका जो है twin disc metallic XZD. एक्सीड इंजन खोल सकते हैं? हाँ इंजन खोल सकता है. अभी क्या बोलेंगे यार? बॉनेट खोलने के लिए बोले यार. हाँ वो सही बात है. इंजन तो नहीं खोलेगा, बॉनेट खोलेगा. इसका ये क्यों लगा रहा है ये कार्बन हुड है. हाँ? कार्बन फाइबर हुड. तो जो ओरिजिनल है वो स्टील का बना है या एल्युमिनियम का. तो उसको पकड़ने के लिए हाई स्पीड पे ताकि वो उड़ नहीं जाए इसलिए लगा है. लाइट वेट है. लाइट वेट लेकिन इसको कूलिंग के लिए लगा है. There are cooling vents over here and उसको basically extra cooling provide करता है. ഇതില് ഒരു പൊടി കാണൂല. Yeah, mashallah. I said mashallah man. When I see everything I will say full mashallah. അപ്പൊ ഇത് കണ്ടുകഴിഞ്ഞാൽ മനസ്സിലാവും ഇവന് how much he loves the car. ഈ വണ്ടിനോടുള്ള സ്നേഹം ഇത് കണ്ടാൽ മനസ്സിലാവും. എനിക്ക് മനസ്സിലാവണ്ട. So basically, this is a Process West manifold out of Australia. This is a Precision 6466 turbo. We have the fuel system which is upgraded, front mount intercooler, and obviously there's a lot going on in there. Cams are stage 2 GSC cams. All the work was done by Sam Performance in Dubai, Al Qoz. A lot of the designs and a lot of the routing and the final look is something that I came up with. Yeah. This is a wrinkle finish paint. Wrinkle. Powder coating or something. It's powder coated, yeah, with a wrinkle finish. So there's nothing here that's stock apart from the casing, the engine casing. Everything is aftermarket. Obviously, there are other components like this and this which are stock. This is an aftermarket item over here. This radiator. A to Z. A to Z is upgraded. Except ആ എഞ്ചിൻ്റെ ഒരു കേസിങ് മാത്രമേ ഉണ്ടാവും നിങ്ങൾക്ക് ഒറിജിനലായിട്ട് സ്റ്റോക്ക് ആയിട്ട് തോന്നാം. ബാക്കിയൊക്കെ അപ്ഗ്രേഡ് എല്ലാം സാം പെർഫോമൻസ് എന്ന് പറഞ്ഞ സ്ഥലത്ത്. तो फाइनल वो बात कितना हॉर्स पावर बना रहा है अभी? So right now the engine makes around 896 horsepower at the flywheel, but considering that this is a all-wheel drive car, it puts down, there's quite a bit of losses. It puts down around 748 wheel horsepower and 748 wheel horsepower. Yeah, all wheels, all the wheels. 796 wheel, 796. 748 wheel horsepower. 748 wheel about 890, 868 something. 896. 896 ആണ് എഞ്ചിൻ. ഇത് 1000-ലും മോളം മേലെ പോകാനുള്ള ചാൻസ്. He can upgrade up to more than 1000. നിങ്ങൾ like I've seen you go to the track में गया था ना आप? Dubai Autodrome, yes. Autodrome में. Roll racing. इस साल में जाएगा. Yeah. In November जब थोड़ा सा सर्दी हो जाए मौसम अच्छा हो जाए तो सो जाएंगे. उधर कुछ races वगैरह ऐसी fun? नहीं ऐसी just for fun, just to get together with friends, दोस्तों के साथ ऐसे टेस्ट करने के लिए कि who's faster. कितना साल लगा ये बनाने के लिए? कितने साल? ये कौन सा मॉडल है? ये 2015 है. This is a 2015 Subaru STI. It was purchased in 2014 and the modification started at the start of 2015. January, February 2015. So back then it was just basic mods to bring it to 320 wheel horsepower. And then later on there was an issue. Stock is 360. So from the factory it comes with 310 crank horsepower, engine horsepower, which is around 265 wheel horsepower approximately. Okay. And so back then the first set of mods took it to around 320 wheel horsepower. Okay. They were just basic mods and a tune. Yeah. Thereafter, the turbo was changed. A larger turbo was installed. A better front mount, a better top mount intercooler. Yeah. And there were some other supporting mods that were carried out, which allowed it to make 390, 400 wheel horsepower. In 2000, big jump up here, big jump. Yeah, big jump. In 2018, I had an issue with the engine. The heads lifted. The studs were not doing their job, and I can't recall whether it was in 2018 that I had an engine failure, but
Anyway, Subaru is actually known engine ko refresh like दो बार yeah. So no, it's so engine failure was only once, okay and basically because of high boost, it's running 37 psi. Because of the high boost, it stretched the head studs, and yeah, basically the head gasket went. okay Subaru is known for having head gasket issues. Yeah, I mean, But you'd be here surprised. is Ibrahim who went above all those. അതൊക്കെ വിട്ട് കഴിഞ്ഞിട്ട് വീണ്ടും ബിൽഡ് ചെയ്യുന്നു ഇനിയും ബിൽഡ് ചെയ്യുന്നു. This is actually he's running safe സോണിലല്ല ഇപ്പോൾ ഈ വണ്ടി. അതായത് മറ്റേ അധികം ഹൈ ട്യൂൺ ഫുൾ പവർ എടുക്കാണ്ട് തന്നെ he's pushing up to 760 748. 748 wheel horsepower. Yeah. Wheel horsepower എന്ന് പറയുന്നത് എൻജിൻ ഹോസ് പവറിനേക്കാളും ഒരു 100 ഏകദേശം ഒരു 100 ഹോസ് പവർ കുറവായിരിക്കും. അത് നമ്മൾ WHPയും BHPയും തമ്മിലുള്ള വ്യത്യാസം. BHP നോക്കിക്കഴിഞ്ഞാൽ 890 സംതിങ് ഈസ് മേക്കിംഗ്. അപ്പോൾ अभी लाइक आप इसका ऊपर और पावर करने की कोशिश कर रहे हैं कि नहीं? Not really. अभी तक कोई ऐसा plan नहीं है. I've been working on a lot of reliability mods, such as fuel cooling, and I went for larger injectors recently. Okay. There were 1300 cc injectors. I went for much larger 2100 cc injectors. Of course, reliability basically is the focus right now. ഒരു സംശയം വെച്ചാൽ അപ്പോൾ ഇത് ഇത്രയും ബിൽഡ് ചെയ്ത് വരുമ്പോൾ വണ്ടി ഹീറ്റ് പ്രശ്നം ഉണ്ടാവും. അതിനാണ് അപ്പോൾ മൂപ്പർ അത് മറ്റേ റിലയബിലിറ്റിക്ക് വേണ്ടിയിട്ട് ഇപ്പോൾ കൂളിംഗ് സിസ്റ്റമാണ് ഇപ്പോൾ മൂപ്പർ വർക്ക് ചെയ്യുന്നത്. കൂളിങ്ങിന് വേണ്ടിയിട്ട് കൂളിംഗ് ആണല്ലോ എപ്പോഴും എഞ്ചിൻ എപ്പോഴും കൂളാതിരിക്കുമ്പോൾ മാത്രമാണല്ലോ അത്രയും കാലം എഞ്ചിൻ ജീവിക്കും. കൂളിംഗ് സിസ്റ്റം के लिए क्या किया आपने? The cooling system के लिए basically there's a radiator which is for coolant. I have a power steering cooler up in front. It's not really visible. I have an engine oil cooler right down here. Okay. So that's an aftermarket HKS oil cooler. I also have methanol injection. You can see the twin nozzles. यहाँ दो nozzles है. तो basically इंजेक्शन आपका अंदर से हाँ गाड़ी के पीछे एक टंकी है उधर ऑटोमेटेड है. It's automated. Basically जब गाड़ी बूस्ट बनाता है mixed methanol, 80% methanol, 20% water. So during high boost conditions, methanol is injected. This provides cooling and raises the effective octane of the fuel. So it's running on pump gas right now, 98 super, and methanol injection. Pump gas. Pump gas. No ethanol. Have you modified it to take race fuel? No. It is. So the lines are modified to take race fuel. All of them are PTFE race lines. Okay. It's ready to run. The one you did, the horsepower test you did, was with race fuel? No, with pump gas, 98 pump gas. octane. Yeah. Okay, so with race fuel, you'll be pushing another 100. So with C16, there's someone at Sun Performance with a very similar setup who is putting down around 810, approximately 810 wheel horsepower. Oh. And with E85 ethanol fuel, आप expect कर सकते हैं कि 870 wheel horsepower. Okay. Yeah. Like चारों wheel में same time proper power आता है. इसमें एक intelligent system है जो कि power distribution को manage करता है. It's the Subaru DCCD system. Okay. Basically controls and sends power to the wheels that are not slipping. Okay. Okay. So I'm not really sure. ये टर्बो तो बड़ा होता है, ये छोटा ये हाँ जो स्टैंडर्ड है वो छोटा सा होता है और उसका जो लोकेशन है डिफरेंट है. इसको रोटेटेड टर्बो बोलते हैं. This is the rotated. turbo. Yes, because जो stock location है वो it comes over here. Yeah, it's straight and it's to the side. ये ऐसा होता है. Yes. सेट होएगा. उसमें ये है कि routing is much better with a stock turbo basically. हाँ जो exhaust flow है वो थोड़ा restricted होता है stock location turbo के साथ. इसमें वो ज़्यादा free flowing है जो pipes है exhaust के वो ज़्यादा बड़े हैं. You have better flow. You have better breathing for the engine, and it can pull more air in, deliver more air in, obviously with this bigger turbo, and that's how you make the power. അപ്പോൾ അതാണ് ഈ വണ്ടീൻ്റെ അതായത് ബേസിക് ഓഫ് അണ്ടർസ്റ്റാൻഡിങ് ലൈക്ക് സ്മോൾ പാർട്ട് ഓഫ് വാട്ട് Ibrahim did to the car. Now Ibrahim as a character എനിക്ക് ഒരു I think I know you for 2 years, 2.5 years. Yeah, I think so. I think approximately 3 years. ഫ്രണ്ട്സിൻ്റെ ഗ്രൂപ്പായിട്ട് വണ്ടീൻ്റെ ഗ്രൂപ്പിലാണ് ഇവനെ പരിചയപ്പെടുന്നത്. इनकी जो बात है ना इनसे कुछ डाउट पूछो. ये गाड़ी कौन से कपड़े से साफ करो, वो उसका पूरा कहाँ से लेना है, कौन सा ब्रांड लेना है, वो ब्रांड का कलर क्या है,
कैसे वो लगाना Not to that है, extent. आराम से लगाना है, जोर से लगाना है, नहीं या प्यार से लगाना है, वो तो सही है सब कुछ ഇത് ഫുൾ ഡീറ്റെയിൽസ് മൂപ്പര് പറഞ്ഞത്. ബട്ട് അതിൻ്റെ പൊരുളെന്താണെന്ന് വെച്ചാൽ മൂപ്പർക്ക് ഡീറ്റെയിലിസ്റ്റ് ആണ് ഡീറ്റെയിൽ എക്സ്ട്രീംലി ഗോസ് ഇൻ ടു ദ ഡീറ്റെയിൽ. അതാണ് ഈ വണ്ടീൻ്റെ വൃത്തി കാണുന്നില്ലേ. 2015 മോഡലാണ്, 2015, correct. 15 മോഡൽ. ആ 15 മോഡൽ ഇപ്പോഴും ബ്രാൻഡ് ന്യൂ പോലെ കാണണമെങ്കിൽ മൂപ്പർക്ക് ഇപ്പോൾ എഞ്ചിൻ തുറന്നപ്പോൾ എഞ്ചിൻ തുറന്നാൽ സ്ക്രാച്ച് പോലില്ല ये इंजन है, ये हमारे वीडियो के लिए सफाई नहीं की है, हर टाइम ऐसे ही है. Yes, that's true. हर टाइम इसके लिए इसकी सफाई नहीं किया. इसको मैं ट्यूनर के पास ले जाता हूँ और वो हर महीने एक फुल केमिकल वॉश करता है. So this was done maybe about 8 or 9 days ago. That's why it looks so clean. लेकिन वैसे भी I don't allow it to get dirty. എപ്പോഴും വൃത്തിയാക്കിക്കൊണ്ടിരിക്കും, എപ്പോഴും അതിനെ മുഞ്ച് പോലെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും. നമ്മളെ പെണ്ണുങ്ങളെ കൊണ്ടുനടക്കണമെങ്കിൽ മുഞ്ചായിട്ട് ഇങ്ങനെ തേച്ച് 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 കൊണ്ടുനടക്കും. ഞാൻ വണ്ടിയുടെ കാര്യം പറഞ്ഞു. ഏത് പെണ്ണിനെ എങ്ങനെ കൊണ്ടെടുക്കല്? അങ്ങനെ കൊണ്ടെടുക്കുക, പെണ്ണുങ്ങൾ അങ്ങനെ കൊണ്ടെടുക്കുക बोला लड़की जैसा है ऐसा मालिश करके क्लीन करके कौन सा लड़की को ऐसा कर. नहीं मैं ठीक बोल रहा हूँ ना, अगर आपको एक पसंद आया Yeah. एक चीज वो आप कैसे लेके जाएगा? Gently. हाँ? Gently. जेंटली आराम से प्यार से. आराम से. वही कर रहे हैं ना आप. Yeah. वही मुझसे एग्जाम्पल बोला. Yeah. So for me, this car is. It's not something. Big, you know, right? No, not really. At the same time, like a lot of people think I'm very gentle with it. No, I hammer it. गर्मी के मौसम में भी full boost पे लगा के pulls करते हैं. I do not hold back. अगर कुछ, if something needs to break or something has to break, it goes and then I get it repaired. So I don't hold back. इसका बूस्ट दे आवाज़ सुन सकता है अभी? सुन सकता है, ऑन कर सकता है, लेकिन गाड़ी चलाना पड़ेगा. लेकिन अगर मैं आपको ऑनेस्टली बताऊं, मैंने कभी नहीं सोचा कि it could reach this power level. मेरा ये ख्याल था कि it would just be at 400 horsepower, 450 horsepower, but I just kept going. So even when you ask me the question now, is it going to be more powerful? Is it going to be faster? मैंने आपसे ये कहा कि reliability mods को consider कर रहा हूँ, but I have no idea. I may well increase the power level को और बढ़ाने की सोच अगर आया. E85 fuel, flex fuel. It's an easy, quick mod and tune, and I'll be making 860 wheel. 860. लेकिन obviously this puts a lot of stress on the drivetrain, on the axles, on the drive shaft, on the clutch. लेकिन वो सब आपने अपग्रेड किया ना? हाँ, नहीं वो अपग्रेड तो नहीं है. जो ट्रांसमिशन है उसका स्टॉक है, जो ड्राइव शाफ्ट है स्टॉक है. Axles, they're good to 800 wheel horsepower. अच्छा. फिर उसके बाद start braking. 800 तक जा सकता है. Yes, the transmission is really good. तो ये गाड़ी जो बना है वो अपग्रेड करने के लिए बनाया है वो लोगों ने. I would say कि उसको reliability mods देने के लिए मतलब काफ़ी stock the way it comes उसमें बहुत सारे issues आते हैं. Like there are a lot of ringland failures. People blow head gaskets because the head studs don't really hold down. The engine is not a conventional engine. This is an Etch boxer engine where you have the heads on the sides. So it's a very different engine when you compare it to other cars like Evos or like Golf Rs, which are inline 4 engines. So this is a 4-cylinder, but it's a horizontally opposed engine, 2.5 liters. 4-cylinder. 2.5. 2.5. A 2.5 liter 4-cylinder engine producing a horsepower like a hypercar or supercar. More if he races with Ferrari, Lamborghinis, he will be beating. Ferrari and Lamborghinis are okay. They're easy, very easy to take down. They get left behind. But the newer generation of Ferraris, the newer generation. कौन सी गाड़ी से आपने रेस किया? 650S. 650S से रेस किया आपने, जीता? Yes. Obviously MP4 12C, MP4 ഞങ്ങളോട് ഒന്നും പറഞ്ഞിട്ടില്ല. MP4 12C. दुबई ऑटोड्रोम में बहुत सारी गाड़ियाँ हैं जो Stage 2 Mercedes, CLS, AMG, all of them, Stage 2, Stage 3, they get left behind. Hellcats get left behind. Stage 2 Hellcats, big distance. टॉर्क कितना आता है? टॉर्क इसका 598, 600. लेकिन उसमें ये है कि पीक टॉर्क को रिड्यूस किया और कर्व को फ्लैट किया specifically for acceleration and drag. तो उसमें यह है कि it's very possible, very easy to get a dyno run and to tune it so that you get a spike, a torque spike, high power. And high power കിട്ടാൻ ഈസിയാണ്. പക്ഷെ അത് മെയിൻറ്റെയിൻ ചെയ്യണ്ടേ, സ്പീഡ് മെയിൻറ്റെയിൻ ചെയ്യണ്ടേ, ലൈക്ക് ആക്സിലറേഷൻ. അതിന് വേണ്ടിയിട്ട് ടോർക്ക് മെയിൻറ്റെയിൻ, ടോർക്ക് ഫ്ലാറ്റ് ചെയ്ത്.
exactly. So I never thought, going back to the point, I never thought that I would be at 748 wheel horsepower. I reached 600, I reached 656, 700, and today I'm at this power level, 748. But it wasn't something I was planning for, it just happened, you know. Yeah. तो ये सब कर सकते हैं, कितना खर्चा है इसमें? अगर आप बताना चाहें तो अगर कोई ऐसे प्लान करे इसके लिए कुछ prior planning, सोच रखे, if you do it smart, you can actually do it for a very good price. What I spent, obviously, जो मैंने खर्च किया वो थोड़ा टाइम के साथ step by step going up. और ज़ाहिर बात है, in my opinion, I think this wasn't the smartest way. But if somebody does it smart, chooses the right parts, and wants to reach this setup, they can have it for 130, 140, 140K. 140K. Yeah, just in parts and mods. ഇപ്പം ഈ വണ്ടി നീ ഒരു സ്റ്റോക്ക് വാങ്ങിയിട്ട് ഈ വണ്ടി നിനക്ക് ഈ പവർ എത്തിക്കണമെങ്കിൽ അത് നിനക്ക് ആദ്യം ഇതിനെക്കുറിച്ച് പഠിച്ചിട്ട് ലൈക്ക് ഹി വാസ് ലേണിംഗ് ആസ് ഹി ഗോ. അപ്പോൾ അതിൽ മിസ്റ്റേക്സ് കണ്ട് എന്നിട്ട് ഹി ഇംപ്രൂവ് ആൻഡ് റീച്ച് ദിസ് പോയിന്റ്. സോ നൗ ടുമോറോ ഇഫ് ഐ ഗോ ബൈ എ ന്യൂ കാർ, ഞാൻ ഒരു പുതിയ വണ്ടി വാങ്ങിയിട്ട് ഓൻ്റെ അടുത്തേക്ക് പോയി കഴിഞ്ഞാൽ അതിലേക്ക് ഓൻ പറയും ഓക്കെ ഇന്ന സാധനങ്ങൾ ഇട്ടാൽ മതി ഈ ലെവലെത്താൻ 1,40,000 ദിർഹംസുള്ള ഏകദേശം ആവറേജ് വെച്ച് കഴിഞ്ഞാൽ ഈ പവർ. അപ്പോൾ നമ്മളെ സ്റ്റോക്ക് ഗാഡി कितने में आता है शोरूम से? I think now it's, I have no idea, but no, I think it's around. Stop the car. So this yeah, they stopped. It doesn't. It's not produced anymore. But whatever is remaining in the showroom is, maybe you'll get it for 170, 160. 170 की വണ്ടി വാങ്ങുക, പിന്നെ another maybe almost double of that price ഇട്ട് കഴിഞ്ഞാൽ സെറ്റ് ഫെറാറിനേക്കാൾ സ്പീഡിൽ വണ്ടി കിട്ടിയാൽ പിന്നെ അത്ര പൈസ നോക്കുമ്പോണ്ടല്ലോ. അപ്പം ഇനി ആരെങ്കിലും ഇത് ചെയ്യണ്ടെങ്കിൽ മോഡിഫൈ ചെയ്യണ്ടെങ്കിൽ ബ്രോനെ കോണ്ടാക്ട് ചെയ്താൽ മതി. Subaru Hero. कोई भी गाड़ी ले रहे हैं. If anyone wants to know anything, I'd be happy to If a help master out. is there. Okay, അപ്പോൾ നമുക്ക് ഡ്രൈവ് പോവാം. Okay. Sure. ചവിട്ടി തിരി. Yeah. ऐसा I didn't get that. But सीधा. yeah. ये कैसे करते हैं दाढ़ी ऐसा लेवल कैसे कर ऐसे कैसे कर खड़ा होता है? I don't know. ये कुछ किया आप क्रीम लगाते हैं? क्रीम लगाते हैं. No, it's not cream. Yeah. It's just it's just Steaming. straightening. It's straightening. Straightening It's just दाढ़ी को straightening. straightening है. नहीं Yeah. ചെയ്യണ്ട. एक no Is this going to be part of the interview? Yeah. No. दाढ़ी straighten करते हैं? Yeah, no, just this is awkward. But it's just 1 minute with a blow dryer. ഒരു മിനിറ്റ് ഡെയിലി ബ്ലോ ഡ്രയർ Just after a shower. After a shower. Just 1 minute. ഒരു ആദ്യം കുളിക്കുക. Just quick. ഇല്ലാത്ത സംഭവം ബാക്കി പിന്നെ ഡ്രയർ കൊണ്ട് ഇങ്ങനെ सैलून से जाके पहले स्ट्रेट करना है ना? No. नहीं? No. सैलून never. नहीं जाते? No. आप खुद करते खुद करता हूँ. I do it on my own. അതിന് ഇങ്ങനെ വണ്ടി ഉണ്ടാക്കുമ്പോൾ പിന്നെ താടി ഉണ്ടാക്കുന്ന വലിയ പ്രശ്നം. പൈസ No, the car is not done by me. That's planned by me and executed by Sam. ഈ പിങ്ക് കളർ STI എന്നുള്ളത് പിങ്ക് കളറിലാണ്. റെഡ് ആണ്. കാരണം എന്താ അറിയാം, ജപ്പാനിലെ It's red, but historically it is pink because the sakura blossoms the blossom in of Japan. Yeah, it signals spring and it's just എന്ത് tradition. ബ്ലൂ അല്ല അല്ല പിങ്ക് ആണ്. അത് ജപ്പാനിലെ ആ ബ്ലോസം ഉണ്ട്, പൂക്കൾ വീഴുന്ന ഒരു സമയമുണ്ട്. പൂക്കൾ ടൈം ഓണം പറഞ്ഞ മാതിരി. അപ്പൊ ജപ്പാനിലെ ഓണത്തിന്റെ അടയാളമാണ് ഈ കളർ. ശരി, ജപ്പാന്റെ ഓണത്തിന്റെ കളർ ചോപ്പാണില്ലേ? അല്ല പിങ്ക്. പിങ്ക്. ഓക്കെ, അപ്പൊ നമുക്ക് റൗണ്ട് പോവാം. ഫ്ലോ ആണല്ലോ, ഫ്ലോ കളയരുത്. ഭയങ്കര സ്മാർട്ട് तो पीछे गाड़ी के पीछे वो क्या रखा है गाड़ी? गाड़ी के पीछे एक मेथनॉल टैंक है. आपने अभी यहाँ देखा मेथनॉल नोजल्स. देख सकते हैं? देख सकते हैं. There's a fuel cooler as well. ये पंप है, बड़ा पंप है. नहीं, पंप तो नहीं है. पंप तो सर्च टैंक के अंदर है. पेट्रोल मारने की जरूरत नहीं है, ये पंप है तो. यहाँ basically you have the methanol tank. मेथनॉल तो इसमें मेथनॉल डालते हैं. And this is basically it's methanol. But why is it blue? Why is it blue? I think it's just a design feature. It's an illumination for level indicator. You have a level indicator on the side. Okay. You have this, which is also one of my ideas. This is actually a GM part from GM diesel trucks. So this part is used to cool down diesel. Basically इसमें diesel जाता है और diesel को ठंडा करता है जो Duramax 6.3 के लिए.
तो ये जो है ये concept is designed and executed. हाँ? Fuel cooler. Basically जो petrol है इसके मैं इस्तेमाल कर रहा हूँ just to cool the petrol. Yeah. क्योंकि जो fuel pumps हैं बहुत बड़े हैं तो fuel को गर्म करता है. Especially in summer, it gets hot. You want to cool down the fuel. You want to make it such that you don't have any air pockets, any cavitation in the fuel. So this is basically used to cool down the fuel. That is a surge tank. The reason we have that there is due to hard acceleration and G-forces. You don't want fuel sloshing out, fuel starvation. So this basically allows for seamless delivery of fuel, especially under cornering and high G-force. Fuel correct delivery ചെയ്യണമെങ്കിൽ ആസാന യൂസ് ചെയ്യും. Exhaust is changed. Yes, this is a NVIDIA Q300 exhaust, and it's actually modified as well. I don't really like noise, so what I've done is added an extra resonator just to reduce noise. Resonator അതായത് നോയ്സ് കുറക്കാൻ വേണ്ടിയിട്ട് വലിയ പവർ ഹൈ പവർ ഭയങ്കര ശബ്ദമായിരിക്കും അപ്പോൾ അത് കുറക്കാൻ വേണ്ടിയിട്ട് रेजोनेटर ऐड किया ये रेजोनेटर ऐड करने से पावर पे कुछ मसला आता है जो स्ट्रेट थ्रू रेजोनेटर होता है वो आवाज़ को रोकता है लेकिन फ्री फ्लो होता है so it doesn't सिर्फ वो साउंड के लिए रुकाता है हाँ साउंड को रोकने के लिए नहीं फ्लो अफेक्टेड नहीं है अच्छा है ना अब पुलिस का मसला नहीं आवाज़ का टेंशन नहीं तो गाड़ी पावर में भी रहेंगे. So the car is good as a daily driver. हर रोज गाड़ी के लिए गाड़ी चलाना स्ट्रीट पे बहुत कंफर्टेबल है. आप ऑफिस में लेके जाते हैं? No, my drive is काफ़ी लंबा है ड्राइव तो दूसरी गाड़ी ले जाता हूँ. अच्छा. हाँ ये जो है रात को सिर्फ जिम की तरफ इधर सिटी के अंदर. अच्छा. लेकिन कभी कभार कुछ वीकेंड्स पे फ्राइडे पे ले जाता हूँ. अच्छा. ये इसमें बूस्ट किस में दिखा रहे हैं? Boost is over here. यहाँ fuel pressure है. Boost यहाँ है. Water temperature, oil pressure. You ready? Ready. Yeah. Second gear. Second gear? Okay. And the brake. Oh. So stopping हमेशा आसान होता है गाड़ी को रोकना. इसकी ब्रेक्स भी मॉडिफाइड है. ब्रेक्स मॉडिफाइड है. हाँ. तो तभी मैंने बोला सीट बेल्ट. ini now you wear two belts. So that was flat foot shifting. So thank you Ibrahim bhai for your time Most welcome. and for the knowledge you shared for the people. No problem. So Anytime. कश्मीर से हमारा मलयाली की वेंडिट ले कश्मीर का भाई मीठा भाई प्यारा भाई चिकना भाई हाँ? लेकिन मैं सुना हुआ कश्मीर के लड़की लोग बहुत खूबसूरत है लेकिन हाँ भी पता चल गया आदमी भी खूबसूरत है. मर्द जिगर. Should I be words? Yes. Should I be words? Thank you Ibrahim भाई. चलो मिलते हैं. चलो मिलते हैं इंशाल्लाह. ओके Thank you very much. इंशाल्लाह मिलेगा. और इब्राहिम എടാ അപ്പൊ ഞാൻ നിർത്തി ഭായി ഞാൻ ചുമ്മക്ക് നിർത്തി നിക്കൊഴിഞ്ഞു പോവാൻ ഇത് കണ്ടില്ലേ ഞമ്മ എന്ത് ചെയ്തിട്ട് കാര്യമില്ല ബ്രോ. ഇമാതിരി മൊഞ്ചന്മാരൊന്നും ഞമ്മ എന്ത് ചെയ്യാ? അത് സാരല്ല നമുക്ക് മൊഞ്ച അല്ല അതിന് മുന്നേ വിശക്കുന്നു. അതെ തിന്നാൻ ഞാൻ റെഡിയാണ്. അന്റെ കുഷിയായിട്ട് വരാക്കില്ല സുഷൽ നമുക്ക് അമേരിക്കൻ അടിക്കാം. ബർഗർ അന്റെ തരാ അതാണ് ഭയങ്കര ഹാപ്പിയാണല്ലോ അല്ലേ? ബർഗർ അടിക്കാം. എന്താ സ്ഥലത്തിന്റെ പേര്? ദേവ്സ് ഹോട്ട് ചിക്കൻ. അത് മലയാളി പേരാണല്ലോ. ദേവില്ലേ? ദേവ് എന്ന് പറഞ്ഞ ചെങ്ങ ഉണ്ടാക്കിയ നല്ല ചൂടുള്ള ചിക്കൻ.
വലുത് കാണുന്നുണ്ടെങ്കിൽ നമുക്ക് ഒരെണ്ണം വാങ്ങിയിട്ട് 3 ആക്കട്ടാ. അങ്ങനല്ല, നീ നിനക്ക് ഇഷ്ടമുള്ള നീ വാങ്ങിക്കോ, എനിക്ക് ഇഷ്ടമുള്ള ഞാൻ വാങ്ങും. ഓ അങ്ങനെ അങ്ങനെ അല്ല, ഇത് ബർഗർ തന്നെയല്ലേ തോന്നുന്നു. എന്റെ വർത്താനം കണ്ടെടുക്കേണ്ട വിശ്വാസം പോരാ. മനസ്സോണ്ട് കഴിക്കണം. മനസ്സാ മറ്റാളെ കണ്ടാ മാതിരി കണ്ടു കഴിഞ്ഞാൽ മനസ്സിൽ അറിയും. കണ്ടല്ല, കഴിച്ചിട്ട് മനസ്സെന്നറിയണം. മനസ്സോണ്ട് കഴിക്കണം. മനസ്സോണ്ട് കഴിക്കണം. അങ്ങനെ അത്രയും സ്നേഹത്തോടെ കഴിക്കണം. ഭക്ഷണം കിട്ടാത്ത കുറെ ആൾക്കാരില്ലേ, നമുക്കത് കിട്ടുന്നുണ്ടല്ലോ. അങ്ങനെ ശരി, ഓക്കെ. അപ്പൊ നല്ലോണം മനസ്സോണ്ട് കഴിച്ചോ. അപ്പൊ ഈ എന്ത് ഭക്ഷണം വാങ്ങിത്തരാൻ പോകും? ബർഗർ, സ്പെഷ്യൽ ബർഗറാ, ഇങ്ങനെ ഒലിക്കുന്ന ബർഗർ. മറ്റേതാ ഇറ്റോ അങ്ങനെ ടേസ്റ്റ് ഉണ്ടല്ലേ, തിന്നാ അല്ലേ? അടിച്ചേക്കല്ലേ? കുറെ നേരം നടത്തിപ്പിക്കണു വാങ്ങാൻ. എനിക്കറിയോ, ഞാൻ വന്നിനാ ബർഗർ ഭയങ്കര പറഞ്ഞിട്ടല്ലേ. ആര് ഭയങ്കര പിന്നെ ആദ്യം പോയി തിന്നണ്ടേ, എന്നിട്ടല്ലേ ബാക്കിയുള്ള വിളിച്ചോണ്ട് പോവാ. അത് ഞാൻ തിന്നിട്ട് വേണം നിന്നെ വിളിക്കാന്. നീ ആരാ? നീ ഞാൻ തിന്നാൻ വരുന്ന നമുക്ക് ആദ്യമായിട്ട് കഴിക്കുന്നല്ലേ. പറഞ്ഞ ഭയങ്കര ടേസ്റ്റ് ആണ് മാങ്ങാണ്ട് കേട്ട് കേട്ടി അല്ലാണ്ട് കഴിഞ്ഞ റോഡ് കേട്ടി പറഞ്ഞിട്ട് പിന്നെ കാണണ്ടേ എവിടെയാന്നല്ലേ. അവിടെ ഇവിടെ അന്ന് പകരം ചക്കയും മാങ്ങയെന്ന് പറഞ്ഞിട്ട് നമ്മ ഇങ്ങോട്ട് വരുന്നത് പോയിട്ടിരിക്കുന്ന അങ്ങനൊക്കെ പറയുകയും ചെയ്യും. ആടെ പോയിട്ട് തന്നെ ഇവിടെ നിന്നിട്ട് അങ്ങോട്ട് പോവാ. അങ്ങോട്ടേക്ക് എങ്ങനെ പോല്? അപ്പൊ അങ്ങനെ പോവില്ലേ? ഇതിന്റെ ഉള്ളിൽ കൂടി കയറി വെക്കുക. അതല്ലടാ, ഇത് വേറെ റെസ്റ്റോറന്റ്. അല്ല, തുറന്ന് കേറിക്കട പന്നി. അപ്പൊ അപ്പോഴും പറഞ്ഞു സാധനം അത് ഉണ്ടോ ഇല്ല എന്നൊക്കെ നോക്ക്. ഞാൻ വന്നിട്ട് എന്നോട് മുട്ടുണ്ട് മാങ്ങണ്ട് കണ്ടിട്ടില്ലേ? ഒരു മുട്ടയല്ലേ അവിടെ. നമുക്ക് അപ്പുറത്തേക്ക് പോവാ. പറഞ്ഞ അപ്പുറത്തേക്ക് തന്നെ പോകണം, അല്ലെങ്കിൽ വേറെ നിർത്തില്ലല്ലോ. മറ്റേ ബ്രാഞ്ചിൽ പോവാ. ഞാൻ ബ്രാഞ്ച് ഞാൻ തുറന്നുണ്ടോ നോക്കി നോക്ക്. അതിന്റെ കല ഈ ബ്രാഞ്ച് കുഴപ്പമില്ല, ഇവിടെ ഇരിക്കാം. ഇനി എന്തീ നോക്കിക്കണ്? ഒന്ന് കിട്ടിയില്ലെങ്കിൽ വേറെ കയറി വാ. വേറെ പറഞ്ഞില്ലേ അത് കഴിക്കണമെന്ന് വലിയ ഇൻട്രസ്റ്റ് ആയിരുന്നടാ. നിന്റെ ഈ സാധനം തുറക്കാത്ത ഷോപ്പിൽ വന്നിട്ട് ഇൻട്രസ്റ്റ് ഇടുന്നിട്ട് കാര്യമില്ലല്ലോ ബ്രോ. എന്നാ വേറൊന്നുണ്ട്. വേറെന്താ? ജയിൽ ബേർഡ്. ജയിലാ പോളായിരുന്നു. ജയിൽ ബേർഡ്, ജയിൽ പക്ഷി. ഓ, ജയിലിന്റെ പക്ഷി. ജയിൽ പക്ഷി അതും പറഞ്ഞ അല്ല, അത് തുറന്നുണ്ടാ തുറന്നുണ്ടായാ മതി. അതിലിപ്പോ വേറെ പിന്നെ പോവാൻ കുറെ പണിയുണ്ട്. മറ്റേ ഒരുപാട് ദൂരം ഉണ്ട്. നമുക്ക് 25-ാം തീയതി തുറക്കൂ. വീടാ അത് മറ്റടുത്ത് പോയി തുറന്നില്ലേ? അള്ളാനെ സത്യം മണ്ട അടിച്ചാ കുട്ടിക്കാൻ. എവിടെ എന്റെ ഭായി ഇവനോടൊന്ന് പറഞ്ഞു കൊടുത്തേക്ക് ആദ്യം അറിയാൻ നോക്ക് സ്ഥലം. കൊണ്ടുപോകുന്ന ബർഗർ പറഞ്ഞിട്ട് കുടുങ്ങി. ഒരു ബർഗറും ബർഗറെന്നൊക്കെ പറഞ്ഞിട്ടേ ആൾക്കാരിട്ടേ കളിയാക്കണ ഒരു മര്യാദ ഉണ്ടിട്ടാ. കഴിച്ചോന്ന് എന്നാ കഴിക്കാ? കഴിച്ചിട്ടില്ല. കഴിക്കാം സൂക്ഷിച്ചടാ. ജയിൽ ബേർഡ് അല്ലാ, എനിക്ക് വയ്യണ്ട് നബിലെ, വൈശീകമായിട്ട് വയ്യണ്ട്. ജയിൽ ബേർഡ് നിനക്ക് തിരിച്ചിട്ടേ പോകുന്നു. തീറ്റിച്ച് പോയിട്ട് കാര്യമില്ല. ഇത് ഭക്ഷണ സമയത്തിൽ തിന്നുണ്ട്. വിശപ്പും കഴിഞ്ഞ് ഗ്യാസും കയറി പണ്ടാറം കിട്ടിയിട്ട് കാര്യമുണ്ട്. ആ ബോർഡ് കണ്ടില്ലേ, ജയിൽ ബേർഡ്. ഓൻ്റെ ഒരു ജയിലും ബോർഡും, ബേർട്ടിയ ഒരു ജയിലും അവൻ്റെ ഒരു ബോർഡും. എന്താണ്ടത്? Something hot? Yeah, we have something hot. We have something hot for the burger and the sando also. This one is hot also. Okay. The tender also. Which is the most famous here? Sando milk? Sando milk. This is a sandwich. We have a Okay. burger with fried chicken and cheese sauce. Okay, give me one sando milk meal. How's it spicy? Nikenda ande? പറഞ്ഞില്ലേ Burger. Hot burger. Nashville style. That is spicy. And Nashville. we have also the tandoor bird. Spicy also the So which one is more spicy? Nashville style. നോ പൈസ വേണ്ട. Okay, one Nashville style, one Thunderbird. Dining or takeaway? Dine-in. Dining. And we have ice cream nuggets. Just only 11 dirhams. 2 piece. What is 11 it? dirhams. Nugget? Ice cream nuggets. Yes. Ice cream nugget. Yes, sir. It's Ice cream one. ഐസ്ക്രീം Ice cream one. Okay. And that one. Yeah. And we have homemade flake soda if you want to try it. You have cherry, mango, and apple. You have cola? Cola, sir. We have. Very best. അല്ല ഭയങ്കര ബിസിനസ് And പോയിന്റ് അവിടെ. hot spicy the Nashville style. കോള സ്പൈസി 10 minute ready. 10 മിനിറ്റ് റെഡി. ആ. 10 മിനിറ്റ്. ആ 10 നമ്പറടാ. ഓ അങ്ങനെയാണ്. അത് അടിയണം. ഇത് വൈബ്രേറ്റ് ചെയ്യും. പൂറ
അത് നോക്കാമല്ലോ. മൊത്തം 240 ദിർഹംസിൻ്റെ സംഭവം മോഡൽ. തണ്ടർബേർഡ് മീൽ, സാൻഡോ മെൽറ്റ് മീൽ, സമ്മർ നഗറ്റ്സ് 11 റുപ്യ, മേക്ക് ഇറ്റ് ചീസി 10 റുപ്യ 2 നാഷ്വൽ സ്റ്റൈൽ 67. പിന്നെ നമുക്ക് ടാറ്റു അടിക്കാം. ടാറ്റു കൈമല പക്ഷെ എന്താ പ്രശ്നം അറിയാം, പുറക്കേറ്റൂല. പുറക്കാ ഞാൻ പുറത്ത് കയറാറുണ്ട് ഇപ്പോൾ. ഒന്നല്ല എന്നാലും അങ്ങനെ കിട്ടില്ല അതില്ലേ, വീട്ടിൽ കയറ്റൂല. അല്ലാതെ ടാറ്റു അടിക്കുന്നതിൽ എന്താ അഭിപ്രായം? ടാറ്റോ ഈ സീരിയസ്ലി പറയാ ആ ഈ വീട്ടിൽ കേട്ടില്ല സത്യം പറഞ്ഞ ഇപ്പൊ പറഞ്ഞ് ഒന്നെങ്കിലും ടാറ്റു അല്ലെങ്കിൽ നീ ഏതെങ്കിലും ഒന്നേ ബാക്കിയുണ്ടാവും. ആ ലാസ്റ്റ് പറഞ്ഞാൽ ശരിയാണ്. ടാറ്റു ടാറ്റു വേണ്ടല്ലേ? വേണ്ട, വീട്ടിൽ ടാറ്റു അഥവാ അടിക്കുന്നുണ്ടെങ്കിൽ എന്താ അടിക്കല്? വെറുതെ നമുക്കൊന്നും ആഗ്രഹിക്കാലോ. ഞാൻ അടിക്കണമെന്നുണ്ടെങ്കിൽ GTR അടിക്കുക, സ്കൈലൈൻ വണ്ടിയാണ്. എനിക്ക് വണ്ടി ഇങ്ങനെ ഇഷ്ടമാണ്, ഞാൻ അടിക്കും. ഇജ്ജ് വേണമെങ്കിൽ എന്ത് അടിച്ചോ. ടാറ്റു എന്ന് പറഞ്ഞത് ഒരു അർത്ഥം ഉണ്ടാവാൻ പാടില്ല അടിക്കുന്നു. അങ്ങനെയാണ് ഇല്ലേ? അതെന്താണ് കുറച്ച് കഴിഞ്ഞ് മനുഷ്യന്മാരെന്ന് വെച്ചാൽ ഇപ്പൊ ഇന്നിപ്പോ നീ ബർഗർ കഴിച്ച് ഭയങ്കര ഇഷ്ടമായി, നാളെ നീ പറയും വേണം വേറെ ബർഗർ ഇഷ്ടം. അങ്ങനെയാണ്. അതങ്ങനല്ലേ, ഇപ്പൊ ഈ ഡെയിലി ഒരേ ചാകറ്റ് കാഡ്ബറി കഴിച്ച് കഴിഞ്ഞാൽ പിറ്റേ ദിവസം പിന്നെ വേണ്ട മതിയായി. അത് പറഞ്ഞ പോയിന്റ് ശരിയാ. അയാളെ ടാറ്റു വേണ്ട, മോൻ്റെ ടാറ്റു വേണ്ട. അവനും സ്ഥലമില്ലെന്ന് പറഞ്ഞു. ആ ജഗാനെഹിയാണ് ഓൻ എന്താ അതിൻ്റെ എല്ലാത്തിലും ഓൻ്റെ ടാറ്റുവിന് എല്ലാം അർത്ഥം ഉണ്ടാവും. ഞാനോട് ചോദിച്ചു നോക്കണം. എനിക്കറിയില്ല അവനെ ഏത് ഭാഷക്കാരനും അതൊരു കൊടുത്തില്ലല്ലോ. കാണുമ്പോൾ ഹറാത്ത് പണ്ടാറ് ലുക്കിൻ്റെ ഇട്ട പന്നിന് ടാറ്റു ഇങ്ങനെ ഒട്ടിച്ചിട്ട് വീടും വരെ കഴുത്തോർ പിടിച്ചു. അത് എന്താ പറയാ കഴുത്തോരാക്കിയത് ടാറ്റു വേദന എന്താ ആക്കിയെന്നാണ് കഴുത്തോരാക്കിയത്, അല്ലെങ്കിൽ മുഖം മനസ്സിലാവില്ലല്ലോ. ഇതിങ്ങനെ വേദന എടുക്കൂട്ടോ ടാറ്റു അടിക്കും. ഉറുമ്പുത്തണ വേദന അത് ഞാനല്ല അത്ര എന്ത് കുത്തിയൊക്കെ ഉണ്ടാ വീട് ഹായ് അടിച്ചു നോക്കിയേ. ആരും കാണാത്ത സ്ഥലത്ത് അടിച്ചാൽ മതി. അപ്പം കുഴപ്പമില്ല, ഒരു പ്രശ്നമില്ലല്ലോ, ഒരാൾക്ക് കാണിക്കണ്ടല്ലോ. എവിടെ ഉദ്ദേശിച്ച് അല്ല രാഹിലെ, എന്താ നിന്റെ അഭിപ്രായം ടാറ്റുവിനെ കുറിച്ച്? ടാറ്റു ഹറാമല്ലേ? ഹറാമാ? വീട്ടിൽ കയറ്റില്ല ടാറ്റു. എന്താ ടാറ്റു ഹറാമാവാൻ കാരണം? അതങ്ങനെ പറഞ്ഞു. പിന്നെ ഹറാമല്ലാത്തൊന്നും ചെയ്യില്ലല്ലോ. തെളിവുണ്ടാവില്ല. അതൊക്കെ അടിച്ചു പോയി കഴിഞ്ഞാൽ പാപ്പനെ നെഞ്ഞത്തിൽ ഒട്ടും പിടിച്ചിട്ട് ടാറ്റു അടിക്കുന്ന അത്ര ഉണ്ടാവില്ലല്ലോ. ടാറ്റു പഠിക്കും, അടിക്കാൻ പാടില്ല. ടാറ്റു അടിക്കണം, പക്ഷെ ആരും കാണാത്ത അടിക്കണം. ഗുഡ് ബോയ്, സ്മാർട്ട് ബോയ്. തെളിവുണ്ടാകാൻ പാടില്ല, നമ്മൾ എന്ത് ചെയ്യാലും. അതെ, തെളിവുകൾ പാടില്ല. ടാറ്റു അടിക്കുമ്പോൾ തെളിവുകൾ പാടില്ല. വേറെന്ത് ഹറാമടി ടാറ്റു അടിക്കുക ഹറാമാണ്. അതൊരു ഐഡിയ ഉള്ളൂ അല്ലേ ശരിക്കും ടാറ്റു. അല്ല, ഇത് ടാറ്റു ഹറാമാകാൻ കാരണം എന്താണ്? അതങ്ങനെ ഖുറാൻ എഴുതി. അതെന്താ വെച്ചാ നമ്മുടെ മേത്ത് ആ കുത്തുമുണ്ടാകുന്ന വേനയില്ലേ, അത് നമ്മുടെ ശരീരത്തിനെ വേദനിപ്പിക്കുന്നത്. അപ്പം നമ്മളെ വേദനിപ്പിക്കുന്ന കാര്യങ്ങളൊന്നും ചെയ്യാൻ പാടില്ല. അതുകൊണ്ടാണ് നമ്മൾ പെണ്ണുങ്ങൾ കുറേ പോകാൻ പാടില്ല എന്ന് പറയുന്നത്. കാരണം നമുക്ക് വേദനയല്ലേ, അത് നമ്മൾ ചെയ്യാൻ പാടില്ല. എന്ത് പറഞ്ഞിട്ട് മനസ്സിലാവില്ല. കുത്തണ വേദന ഉണ്ടാവുന്ന കുത്തുമ്പോ വേദന അച്ഛ ഇടുമ്പോഴത്തെ ആ ഒരു വേദനയില്ല സൂചിയുടെ, അത് നമ്മുടെ ശരീരത്തിനെ വേദനിപ്പിക്കുന്നല്ലേ. വേണ്ട വേറെ ആൾ കുത്തി കൊടുക്കൊന്നും ചെയ്യാൻ പാടില്ല നമ്മൾ പറയുന്നത്. വേറെ ആൾ കുത്താലോ, നമ്മൾ വേറെ ആൾക്ക് ടാറ്റു, നമുക്കല്ലേ ടാറ്റു എടുത്തത്. ഓ, അപ്പൊ ചെയ്യാൻ പാടില്ല. രണ്ടാൾ വേണം എടുക്കാൻ. ഓ, ഇത് കുറേ ഉണ്ടല്ലേ. എരിവുണ്ടടാ? അത് നല്ല എരിവുണ്ട് കേട്ടോ സാധനം. അതിന് തിന്നുള്ള ചിപ്സ് സൈഡിൽ തട്ടുമ്പോഴുള്ളവര് ഇത് എന്തൊരുടാ ഈ സാധനം? ഇത് ഇത്ര രൂപയില്ല. നാഷ്വില് ഗ്ലൗസറാ. ഗ്ലൗസ് ഇടണം. ഗ്ലൗസ് തിന്ന് കഴിഞ്ഞ ദിവസം തിന്നതിന് ശേഷം ഗ്ലൗസ് ഇവിടെ അങ്ങനെയാ കുറേ ഇടണം. സേഫ്റ്റി ആന്റിനെ ഒരുമാതിരി സിമെന്റ് വരാൻ പോകുന്ന പോലെ ഉണ്ടല്ലേ. നമ്മളെ നൈസുമാരെ അതിനിങ്ങനെ ഈ ബർഗർ തിന്നുമ്പോൾ തന്നെ ഗ്ലൗസ് ഇടുന്നു. അത് അധികം കച്ചറാണ്ടിരിക്കുന്ന കൈമ. പക്ഷെ അത് തിന്നുമ്പോൾ രസമില്ലല്ലോ. അങ്ങനെ അറിയോ, ഇത് തേച്ചിട്ടാണ് മൂക്കിലോടൊന്നും തേക്കണ്ട.
സീനായ ആ ആ ഈ സോസ് നമുക്ക് എരിവുണ്ടോ ഇപ്പൊ ഒന്നും പറയാം കുറച്ചുണ്ട് അറിയുള്ളൂ അതെ അപ്പോൾ തീരുമാനം പെപ്സി പിടിച്ചോ അത് ഈമ്പുന്ന രസമില്ലടാ ഗ്ലൗസ് ചെയ്യുമ്പോൾ അതിന് എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും എന്തുണ്ടാ ഇത് പുതിയല്ലേ പുതിയല്ലേ പ്ലാസ്റ്റിക് കാര്യങ്ങൾ മുമ്പോ കൈമലായി കഴിഞ്ഞാൽ മുമ്പന്നെ അത് കൈമായല്ലേ അത് കൈ തന്നെയല്ലേ ഗ്ലൗസ് ആയാലും എന്താ അതുപോലെ ചായ ഉണ്ടാവില്ല എനിക്കൊരു പ്ലാസ്റ്റിക് ചായ കയറി ഉണ്ടാവില്ല ഇല്ല ചോയ മനസ്സിൽ കൊടുക്കണമെന്ന് അതങ്ങനെ ചായ മനസ്സിലാ ചായ ഉണ്ടാവുമല്ലോ ആ മാത്രമല്ലോ ഇനി അങ്ങോട്ട് എരിവ് അറിയൂല കാരണം അങ്ങനെ തരിച്ചു പോയിന്നാണ് ഫസ്റ്റ് തെരുവിൽ അങ്ങ് തരിച്ച് നല്ല ടേസ്റ്റ് ഉണ്ട് ഭയങ്കര വിലയാണ് 200 സംതിങ്ങില്ലേ ആ 250 രൂപയ്ക്ക് ആകെ 2 ബർഗറും ഒരു സാൻഡ്വിച്ചും ഇങ്ങനത്തെ മാംഗോ ജ്യൂസ് അത് സാൻഡ്വിച്ച് ബർഗറില്ല ഇതെന്താടാ സർവത്താ മാംഗോ മാംഗോ ആ നല്ല രസമുണ്ട് ഫ്രൂട്ടി ഇത് ഐസ്ക്രീം ഹായ് ബ്രോ നൈസ് സ്റ്റാച്ചുവാ പൈസ ഇനി ഒന്നുമില്ല വാ ഒന്നല്ല അതേ ഉള്ളൂ ഉണ്ട വലിയുണ്ട ഐസ്ക്രീം ദിസ് ഈസ് ഐസ്ക്രീം ഇത് ഐസ്ക്രീം അല്ലേ നീ തമാശയിലേക്ക് അതന്നെ ഐസ്ക്രീം ഐസ്ക്രീമാ അതിനുള്ളിൽ ഐസ്ക്രീം ഉണ്ട് എടുക്ക് തണുമുണ്ടാ ഐസ്ക്രീം ഇവിടെ ഐസ്ക്രീം ഉള്ളില് ഐസ്ക്രീം ഉണ്ട് ആ സൂപ്പറല്ലേ പുറത്ത് മറ്റേ കോൺഫ്ലെക്സും മറ്റേ തേനും കോക്കനട്ടും മാങ്ങയുണ്ട് അങ്ങനെ ഫ്ലേവർ ആ